ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ എന്താ പറയുക ഒരു സ്പെഷ്യൽ ഡേക്ക് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എടുത്ത വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം ഇതിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളൊന്നും എൻ്റെ ലൈഫിലേക്ക് ഉണ്ടാവും എന്ന് ഒരു തരി പോലും പ്രതീക്ഷ എനിക്കില്ലേനു. പക്ഷേ അൽഹംദുലില്ലാ എൻ്റെ ലൈഫിലേക്ക് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും വലിയ വിഷമമുള്ളൊരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്നലെ രാത്രി ഷിയാബ്ക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, എന്തായാലും ബർത്ത്ഡേ ഒക്കെ അല്ലേ, എനിക്ക് ഞാൻ നല്ലൊരു ഷോക്കിംഗ് സർപ്രൈസ് തരാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയോ, ഷോക്കിംഗ് സർപ്രൈസ് എന്തായിരിക്കും അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അപ്പം എന്നോട് പറഞ്ഞേ, നമ്മളെ താഴെയുള്ള പാർക്കിങ്ങിൽ രാവിലെ ഞാൻ വരുമ്പം എനിക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഇടയിൽ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് വെക്കലുണ്ട്. അങ്ങനെ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് 2 പ്രാവശ്യം ഫൈൻ വന്നിട്ടുണ്ടെന്നാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പടച്ചോനെ, ഇതാണോ എൻ്റെ സർപ്രൈസ് എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറയും, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഷോക്കിംഗ് സർപ്രൈസ് ആണെന്നുള്ളത്, പിടിച്ചു നിൽക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പോട്ടെ, നമുക്ക് വിധിച്ചത് എന്തായാലും വരുമല്ലോ. അപ്പം നമ്മളത് ഇനിയിപ്പോൾ എന്താ പറയുക, മുന്നോട്ട് നോക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആകെ വിഷമം അടിച്ച് നിൽക്കുമ്പം ഞാൻ മോനോട് പറഞ്ഞു, ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണെന്ന്, ഇനി ഉമ്മച്ചിനെ വിഷ് ചെയ്യുന്നില്ലെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞേ, ഉമ്മച്ചി കഴിഞ്ഞ പെരുന്നാൾക്ക് എന്നെ വിഷ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉമ്മച്ചിനെ വിഷ് ചെയ്യൂല എന്നാണ്. അങ്ങനെ അടപടലം 3G, മോന് പോലും ഒന്നും വിഷ് ചെയ്തിട്ടില്ല. അങ്ങനെ ആകെ സങ്കടവും പിന്നെ ശോകാവസ്ഥയൊക്കെ പറഞ്ഞിരിക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം ഇന്ന് എനിക്ക് മെഡിക്കലിന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവണം. അപ്പം ഇന്ന് ഷിയാബ്ക്കാരൻ്റെ ബ്രദറും ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ ലഞ്ചിന് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം. ഒന്നുമല്ല കേട്ടോ, ഞാൻ ഗീ റൈസും ചിക്കൻ കറിയും ഒരു ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. ഒരു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പം ഇവിടുന്ന് ഇറങ്ങണം എന്നൊക്കെയാണ് പറഞ്ഞത്. 2 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മണിയാവും എന്തായാലും ഇറങ്ങാൻ. അപ്പോൾ അപ്പോഴത്തേക്കും ബാക്കി ഒരുപാട് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് ഈ ഫുഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് നോക്കുമ്പം നന്നായിട്ട് തണുത്ത് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ ഫ്രോസൺ ചിക്കനാണ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറമെ അത് സ്കിന്നുള്ളതാണ്. അപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആണെങ്കിൽ അതൊന്ന് അലിഞ്ഞ് വരണമല്ലോ, അതായത് തണുപ്പൊന്ന് ഒഴിവായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിടന്നുകൊണ്ട് എന്തായാലും 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മുമ്പിൽ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണില്ല. പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയാണ് ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു തിരക്കും കൂടിയുള്ള ദിവസമായതുകൊണ്ട് ഞാൻ വെച്ച് ഫ്രിഡ്ജിൽ കുറച്ച് മുന്നേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇനിയും അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഒരു ടേസ്റ്റിലെല്ലാം മാറാൻ മതി. അപ്പോൾ അത് എടുത്തിട്ട് കഴിക്കാമെന്ന് വെച്ച് അത് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചിക്കൻ കറിക്കോ ഒക്കെയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ജഫുവിന് ഭയങ്കര പനിയും ചുമയൊക്കെയാണ്. അപ്പം രാവിലെ തന്നെ തണുപ്പ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കൊന്ന് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം എനിക്ക് കഴിക്കാൻ വിട്ടുകൊടുത്ത്. അപ്പം ഞാനും രാവിലെ ഇത് തന്നെയാണ് കേട്ടോ കഴിക്കണേ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ചോറ് കഴിക്കണ്ടേ, ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല. അപ്പം ഇനിയിപ്പം വെറുതെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതാണ്, അല്ലാണ്ട് എനിക്ക് മടി ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാതിരുന്നപ്പോൾ അന്ന് നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഫോൺ നോക്കേണ്ട ശീലമുണ്ടാവും. എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫോണൊക്കെ എടുത്ത് നോക്കിയിട്ട് എന്തൊക്കെയാണ് പുതിയ ന്യൂസ്, എന്തൊക്കെയാണ് പുതിയ ഗോസിപ്പുകൾ എന്നൊക്കെ നോക്കുന്നൊരു ചെക്ക് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ എടുക്കാൻ വേണ്ടി പോയത്. മാഷാ അല്ലാ, എനിക്ക് ഇന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ രാവിലെ എണീച്ചാൽ ഫോണൊന്നും എടുത്തിട്ടില്ല. ഇപ്പം എന്നിട്ട് ഫോൺ എടുത്ത് നോക്കണേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഒരു സൈഡിൽ നിന്ന് എനിക്ക് സങ്കടമുള്ളതാണെങ്കിലും ഫോൺ എടുത്ത് നോക്കിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. കാരണം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. ഇപ്പം പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ അറിയാം, നമുക്കൊരു സബ്സ്ക്രൈബർ കൂടിയാൽ അല്ലെങ്കിൽ ഒരു കമൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എനർജിയാണ്, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും അല്ലെങ്കിൽ ഓരോ കമൻറ്റ് കിട്ടുന്നതൊക്കെ. അങ്ങനെ എനിക്ക് ഇന്ന് ഒരു സബ്സ്ക്രൈബർ ഒരുപാട് എൻ്റെ 3-4 വീഡിയോക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് എന്നോട് ഒരാൾ ഇനിയും വീഡിയോ ഇടണം എന്ന് കമൻറ്റിൽ കൂടെ പറയണത് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ സബ്സ്ക്രൈബറും ആ പേരും അവരിട്ട് കമൻറ്റൊക്കെ. കാരണം എനിക്ക് അത്രയും സന്തോഷമായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് തന്നെ വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു വ്ളോഗൊക്കെ എടുത്ത് ഞങ്ങളുടെ മൂഡൊക്കെ മാറ്റാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി കമൻറ്റൊക്കെ കാണുമ്പം നമുക്ക് അന്നത്തെ ദിവസം തന്നെ അങ്ങോട്ട് എന്താ പറയുക, ഭയങ്കര ഒരു എനർജി വന്ന സമയമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു കമൻറ്റിൽ എന്താ ഇത്ര
എത്രമാത്രം എന്ന് വെച്ചാൽ നമുക്കൊരു ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമുക്ക് കിട്ടുന്ന വ്യൂവേഴ്സും നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സും നമുക്ക് കിട്ടുന്ന കമൻറ്റൊക്കെ നമുക്ക് അത്രയും വാല്യബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് അത്ര സന്തോഷം തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ അവിടെ വിടാം. കാരണം ഇങ്ങനെ പറഞ്ഞ് പോയാൽ അതിങ്ങനെ ലാഗ് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതപ്പോൾ പിന്നെ അധികം ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി ഓന് വേഗം കഞ്ഞി വെച്ച് കൊടുത്തു. കാരണം അവന് ചോറ് എന്തായാലും കഴിക്കാൻ കഴിയില്ല. കാരണം ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അല്ലാതെ മാത്രമല്ല പനി കഴിഞ്ഞതല്ല, അപ്പം ചിക്കനൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവന് എന്താ പറയുക ലൈറ്റായിട്ടുള്ള കഞ്ഞി തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കൻ കറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണ് ഏകദേശം മെസ്സായി കിടക്കുന്നുണ്ട്. അപ്പം അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഷടപടേന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് 2 മണിയാകുമ്പോഴത്തേക്കും നമ്മളെ പരിപാടികളൊക്കെ കഴിയില്ല. കാരണം ഞാൻ 11 മണിക്കാണ് ലേറ്റായി എണീക്കുകയും ചെയ്തതല്ലേ. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചിക്കൻ കറി ആക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് നെയ്ച്ചോറാക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക ഓടിച്ചാടി നടന്ന് പണിയെടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. നേരത്തെ എണീച്ചാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ രണ്ടാമത് കിടന്നു കഴിഞ്ഞാൽ സുബൈ നിസ്കരിച്ച് രണ്ടാമത് കിടന്നു കഴിഞ്ഞാൽ എണീക്കൽ പിന്നെ ലേറ്റ് ആവുമല്ലോ. അതാണ് എനിക്ക് പറ്റിപ്പോയത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഏകദേശം പിന്നെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ രാവിലെ വാഷിംഗ് മെഷീനിൽ ഇട്ട ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് ആറിയിടണം. അപ്പം ആറിടുന്നത് നമ്മൾ ഹാളിൽ തന്നെ സൈഡിൽ സ്റ്റാൻഡ് വെച്ചതാണ് കേട്ടോ. അപ്പം ബാൽക്കണി റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ബാൽക്കണി ഉള്ളത്. പക്ഷെ അവിടെ ഈ ഒരു സ്റ്റാൻഡ് വെക്കാനുള്ളൊരു ഗ്യാപ്പില്ല കേട്ടോ. ഉള്ള ഒരു ഗ്യാപ്പിൽ ഒരു AC-ൻ്റെ സംഭവമുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്റ്റാൻഡ് വെച്ചിട്ടില്ല. അപ്പം ഞാൻ അതിലേക്കൊന്നും ഇറങ്ങി ക്ലീൻ ആക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. കാരണം ഇവിടെ പെർമനൻ്റ് ആക്കുമോ ഇല്ലെന്നൊന്നും ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അതൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ ഇരിക്കാത്തത്. അപ്പോൾ ഇതൊക്കെ ആറിയിട്ട് കഴിഞ്ഞിട്ട് വേണം. ഞാൻ വേസ്റ്റ് ഇടാൻ മറന്നുപോയി കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ വേസ്റ്റ് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേസ്റ്റ് കൊണ്ടിടാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേസ്റ്റ് തട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഷിയാക്കെ മോനൊക്കെ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുന്ന സമയത്ത് വേസ്റ്റും കൊണ്ട് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം പോയിട്ട് വേസ്റ്റ് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാൻ ഷോളൊന്നും റോൾ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് ഓടിപ്പോയിട്ട് വേസ്റ്റ് ഇട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ ഇട്ടിട്ട് തിരിച്ച് റൂമിൽ എത്തിയിട്ട് വേണം എനിക്ക് ഷോളൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചത്. ഞാനും ഷിയാക്കയും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ താഴോട്ട് പോകാൻ നിൽക്കണം. ഇപ്പോൾ എൻ്റെ ഷിയാക്ക കളിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കുമ്പം എന്തെങ്കിലും ഒരു പുരോഗമനം കാണുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഷിയാക്കനോട് പറഞ്ഞു ഞാൻ പുരോഗമനം കാണും, എനിക്ക് സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടുന്നത് നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഷിയാക്കനോട് വൻ ഡയലോഗ് അടിക്കണം കേട്ടോ. ഷിയാക്ക അങ്ങനെ പറയുന്നുണ്ട് കിട്ടും കുറേ കാലം ഇത് പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്ക് ഒരിക്കൽ കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങൾ സെക്യൂരിറ്റി ചേട്ടൻ. അപ്പം ഈ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചേട്ടൻ ഭയങ്കര എപ്പം കാണുമ്പോൾ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ എന്തെങ്കിലും മിഠായിയൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടന് കൊടുക്കും. കണ്ടോ നമ്മളെ ബബീഷ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇവന് പനിച്ചിട്ട് പെടൽ ഒഴുക്കി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരുമാതിരി നൃത്തമൊക്കെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ മെഡിക്കലിൽ പോവുകയാണ്. അപ്പോൾ മെഡിക്കലിന് എനിക്ക് തോന്നുന്നു കറാമയിലാണ് മെഡിക്കൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ചേക്കാക്ക് ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ പോകണം, കുറച്ച് പേപ്പർ വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ജോഫൂട്ടൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പം എനിക്കത്ര വലിയ ഇഷ്ടമായിട്ടില്ല. കാരണം ഞാൻ എന്ത് വളർത്തി നീട്ടി ഒരു മഴത്തിലൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അതും കട്ട് ചെയ്ത് പിറ്റേന്ന് തന്നെ പനിക്കുകയും ചെയ്ത്. അപ്പം മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ഉറക്കച്ചടവ് പോലെയാണ് മുഖത്താട്ടോ. അങ്ങനെ നമ്മൾ ഷേഖാൻ്റെ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ടൈപ്പിംഗ് സെൻറ്ററിൽ വന്നാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് പറഞ്ഞ് ഞാനിപ്പോൾ വരാം നെസ്റ്റോലൊന്ന് പോയിട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഒന്നും പറഞ്ഞ് ഞാൻ കാറിൽ കയറിയപ്പോൾ ഉണ്ട് കേക്കൊക്കെ വെച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. മാഷാ അല്ലാഹ് എനിക്ക് ഭയങ്കര സന്തോഷമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു കേക്ക് കട്ടിങ്. കാരണം രാവിലെ മുതലേ എന്നോട് ഇങ്ങനെ ഇതിനെ പറ്റിയൊരു സൂചനയോ കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് ഫൈനൊക്കെ കിട്ടി ടെൻഷനായിരിക്കും, വെറുതെ ഞാനായിട്ട് പറയാൻ പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും അത് വിട്ടതായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സർപ്രൈസ് പടച്ചോനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇത് കണ്ടപ്പോൾ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് മാത്രമല്ല അതിൻ്റെ കൂടെ രസ്മലായിയാണ് തോന്നുന്നത്, അതും ഒരു ചിക്കൻ പിസയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളെ മെഡിക്കൽ ചെയ്യാനുള്ള അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ മെഡിക്കലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലുണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് തുള്ളിച്ചാടി കയറി പോണത്. അങ്ങനെ ഇവിടെ 2 മലയാളി സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരും നന്നായിട്ട് നമ്മളടുത്ത് വന്ന് സംസാരിക്കുകയെല്ലാം ചെയ്ത് നമ്മൾ കുറേ ഹെൽപ്പൊക്കെ ചെയ്ത്
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഷിഹാബ് പറഞ്ഞ് കറാമയിൽ പോകണം, കറാമ സെൻറ്ററിൽ 1-2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. മൂപ്പര് കുറച്ച് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കറാമയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഉള്ള ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാമല്ലോ പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അങ്ങനെ കറാമ സെൻറ്ററിലെ ഉള്ളിലിങ്ങനെ കയറിപ്പോയപ്പോൾ പെട്ടെന്ന് ഷിഹാബ്ക്ക ഒരു ജ്വല്ലറീൻ്റെ അകത്തേക്ക് കയറുന്നു. അപ്പം ഞാനാകെ ഇവിടെയാണോ ഫ്രണ്ട് എന്ന് വെച്ചാൽ പറഞ്ഞു ഇവിടെ അല്ലേ ഫ്രണ്ട്, കേക്ക് മാത്രമല്ല ചെറിയൊരു ഗിഫ്റ്റും കൂടെ തരാമെന്ന് വിചാരിച്ചേ എന്ന് പറഞ്ഞ്. സത്യം പറയാലോ ഡബിൾ ദമാക്കിയിരുന്നു എനിക്ക്. ഫുൾ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. കാരണം കഴിഞ്ഞ രാത്രി ഫൈനിൻ്റെ ഷോക്കിംഗ് ന്യൂസ്, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക നല്ലൊരു കമൻറ്റ് കിട്ടിയ സന്തോഷം, അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യണേ, പിന്നെ ഈ ഒരു സർപ്രൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ട് ഇന്നത്തത് കഴിഞ്ഞെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. എന്നോട് പറഞ്ഞേ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഇനി വാങ്ങിക്കോ, ഇനിയിപ്പോൾ ഇനി ബർത്ത്ഡേ ആയിട്ടൊന്നും തന്നില്ല എന്നുള്ള പരാതി വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, കാരണം ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു, കാരണം ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞെങ്കിൽ ഇനി വാങ്ങിക്കുമെന്നാണ്. അങ്ങനെ ഞാൻ ചെറിയൊരു സാധനമൊക്കെ വാങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ സഫൂട്ടൻ്റെ ഭയങ്കര വിഷമം, കാരണം എനിക്ക് മാത്രമെല്ലാം ചെയ്തു തന്നു, അവനിക്കൊന്നും കൊടുത്തില്ലല്ലോ. അങ്ങനെ അവൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അവനൊരു വാച്ചൊക്കെ വാങ്ങി കൊടുത്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോരാൻ കേട്ടോ. അപ്പം എനിക്ക് നല്ല തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഷോപ്പിലേക്കൊന്നും പോരുന്നില്ല, റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ കുറച്ച് ട്വിസ്റ്റൊക്കെ ഇതിലേക്ക് കയറി വരും എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു സമയമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് കിട്ടിയ സംഭവങ്ങളാണ്, അൽഹംദുലില്ലാ. അപ്പം ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത്, അപ്പം ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അടിപൊളി വ്ളോഗ്സുമായിട്ട് ഇനിയും കാണണം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.